ഈ ഷവർമ വില്ലനാവുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കൃത്യമായിട്ടുള്ള താപനിലയില്ല മീറ്റ് സൂക്ഷിക്കാത്തതും റോ ആയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു മയണൈസിൻ്റെ പ്രിപ്പറേഷനാണ് പ്രധാനമായിട്ടും വില്ലനാവാനുള്ള കാരണങ്ങൾ. നമ്മുടെ നാട്ടിൽ ഷവർമ മിഷൻസിന് 3-4 ടൈപ്പ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് മിഷൻസാണ്. സിംഗിൾ ബർണർ, ഡബിൾ ബർണർ, അതുപോലെ 3 ബർണറിൻ്റെ മെഷീൻ. മാനുഫാക്ചേഴ്സ് പോലും പറയുന്നുണ്ട് സിംഗിൾ ബർണറിൽ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിലോ എന്ന് പറയുന്നത് ഒരു 3 to 5 കിലോ ആണ്. ഇവിടെ സിംഗിൾ ബർണറിൽ തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്നത് 7 to 10 ആണ്. ഡബിൾ ബർണറിൽ ഉപയോഗിക്കുന്നത് തന്നെ 20-25 ആണ് ഉപയോഗിക്കുന്നത് തന്നെ. ആക്ച്വലി ഈ 3 മണിക്കാണ് ഷവർമ നമ്മൾ ഇടുന്നത്. ഇത് വിറ്റ് തീരുമ്പോൾ എങ്ങനെയാണ് രാത്രി ഒരു 8-9 മണിയൊക്കെ ആവും. അപ്പോൾ ഈ റോഡിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മീറ്റുണ്ട്. ഈ മീറ്റ് ഓൾറെഡി കൃത്യമായിട്ടുള്ള താപനില കിട്ടാതെയും അത് കേടായിട്ടുണ്ടാവാം. ഇത് അറിയാത്തൊരു ഷെഫാണെങ്കിൽ പുള്ളി അത് ഷ്രെഡ് ചെയ്യുകയും ചെയ്യും, ആർക്കെങ്കിലും റോൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് ഫുഡ് പോയിസൺ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മയണൈസിനൊക്കെ മാക്സിമം 2 മണിക്കൂറത്തെ ലൈഫേ ഉള്ളൂ. പാസ്ചറൈസ്ഡൊക്കെ യൂസ് ചെയ്യണമെന്നാണ് FSSAI പോലും പറയുന്നത്. പക്ഷേ ഇവിടെ പലരും അത് ഉപയോഗിക്കാറ് പോലുമില്ല. റോ ആയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ട് മാത്രമാണ് മയണൈസ് പോലും പ്രിപ്പയർ ചെയ്യാറുള്ളത്. നിങ്ങൾ ലേറ്റ് നൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണപ്രേമിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന കട അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.